കേസൊക്കെ ആയി. അങ്ങനെ ഇവനെ ജയിലിലൊക്കെ ആക്കി. ഞാൻ എൻ്റെ വീട്ടുകാരോട് ആവെന്ന് പറഞ്ഞതാ. അവർ പക്ഷേ പോസ്കോയിൽ അങ്ങ് കൊടുത്തു. പോസ്കോയിലായിരുന്നു കൊടുത്തത്. അങ്ങനെ പിന്നെ ഇവന് റിമാൻഡൊക്കെ കിട്ടാതായി. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് മടുത്തു. കാര്യം ഇത്ര വയസ്സായാലും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അവസാനം പിന്നെ ഞാൻ തീരുമാനിച്ചു ഓക്കെ അവൻ്റെ കൂടെ തന്നെ പോവാമെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു ഞാൻ നിൽക്കുന്നത്. ആ സമയത്ത് അമ്മൂമ്മ എന്തോ ചെയ്യുന്ന സമയത്ത് ഞാൻ നൈസിന് പുറകെ കൂടെ പോയിട്ട് ഞാൻ ഒളിച്ചോടി ഇവൻ്റെ കൂടെ പോയി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് നടന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്താ പറയുക, വിളക്കൊക്കെ കൊടുത്ത് ആരതിയൊക്കെ പൂജിച്ച് ഞാൻ സ്വീകരിച്ചേനും. ഞാനും ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കും. ഒത്തിരി ആളുകൾ കളിയാക്കുന്നുണ്ടായിരിക്കും, നീ എന്തിനാ ഈ വേലയും കൂലിയില്ലാത്തവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ എത്രയല്ലേ ഉള്ളൂ പഠിപ്പെന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഓക്കെ, ഞങ്ങളുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ അതാരെയും ബാധിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. കാര്യം ഞങ്ങൾക്ക് അറിയാം. പിന്നെയെന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല ഇവൻ പണിക്ക് പോകുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവനെ നിർബന്ധിച്ച് എല്ലാവരും കൂടെ പണിക്ക് വിടുന്നത്? അതുകൊണ്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ അടുത്ത് പണിക്കൊന്നും പോകണ്ട, നമുക്ക് വീട്ടിലേക്ക് ഇരിക്കാം, 2 കുട്ടികളൊക്കെ ആയി സെറ്റായിട്ട്. അതാ എനിക്കിഷ്ടം. ഞങ്ങളങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അറിയത്തില്ല മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും. നിങ്ങളെപ്പോലെ കുറേ കുട്ടികൾ 18 ആവണം, അല്ലെങ്കിൽ 21 ആവണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അയ്യോ, ആരും അങ്ങനെ ഫാൻസൊന്നും ആവേണ്ട ആവശ്യമില്ല. കാര്യം ഇതിപ്പം നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നല്ലൊരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, പോപ്പുലറാക്കി തരും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു വരുമാനമാവുമല്ലോ. അപ്പോൾ എനിക്കായാലും ഇവനായാലും ഇനിയിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ കാണും. കാര്യം ഒളിച്ചോടിയൊക്കെ കെട്ടിയതായതുകൊണ്ട് അത് തന്നെ വലിയൊരു വരുമാനമായിട്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോകണ്ട, നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. എൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിനെ വളരെ നല്ലപോലെ റെസ്പോണ്ട് ചെയ്ത നിങ്ങൾക്ക് നന്ദി. അപ്പം താങ്ക് യു.